ബോക്സ് ഓഫീസിൽ വിജയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 ചിത്രങ്ങൾ. 2012 AR മുരുകദാസിന്റെ സംവിധാനത്തിൽ വിജയ് അഭിനയിച്ച തുപ്പാക്കിയാണ് ഈ ലിസ്റ്റിലെ 10ാമത്തെ ചിത്രം. 70 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ ഏകദേശം 127 കോടിയോളമാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. 2016 വിജയ് ആറ്റ്ലി കൂട്ടുകെട്ടിൽ വന്ന തെരിയാണ് ഈ ലിസ്റ്റിലെ 9ാമത്തെ ചിത്രം. 75 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 153 കോടിയോളമാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. 2022 നെൽസൺ സംവിധാനം ചെയ്ത ബീസ്റ്റ് ആണ് ഈ ലിസ്റ്റിലെ 8ാമത്തെ ചിത്രം. 150 കോടിയോളം ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രം 235 കോടിയോളമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത്. 2021 ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത മാസ്റ്റർ ആണ് ഈ ലിസ്റ്റിലെ 7ാമത്തെ ചിത്രം. 130 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ 243 കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത്. 2018 AR മുരുകദാസിന്റെ സംവിധാനത്തിൽ വിജയ് അഭിനയിച്ച സർക്കാരാണ് ഈ ലിസ്റ്റിലെ 6ാമത്തെ ചിത്രം. 120 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ 253 കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത്. 2017 ആറ്റ്ലി സംവിധാനം ചെയ്ത മെർസലാണ് ഈ ലിസ്റ്റിലെ 5ാമത്തെ ചിത്രം. 120 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രം 257 കോടിയോളം രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത്. ആറ്റ്ലി വിജയ് കൂട്ടുകെട്ടിലെ 2ാമത്തെ ചിത്രമാണ് മെർസൽ. 2023 വംശി വിജയ് കൂട്ടുകെട്ടിലിറങ്ങിയ വാരിസാണ് ഈ ലിസ്റ്റിലെ 4ാമത്തെ ചിത്രം. 180 കോടിയോളം ചിലവിട്ട് ഒരുങ്ങിയ ചിത്രം 303 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത്. 2019 വിജയ് ആറ്റ്ലി കൂട്ടുകെട്ടിലിറങ്ങിയ ബിഗിലാണ് ഈ ലിസ്റ്റിലെ 3ാമത്തെ ചിത്രം. 180 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ 304 കോടിയോളമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത്. ആറ്റ്ലി വിജയ് കൂട്ടുകെട്ടിലെ 3ാമത്തെ സിനിമയാണ് ബിഗിൽ. 2024 വെങ്കിട്ട് പ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് അഭിനയിച്ച ഗോട്ടാണ് ഈ ലിസ്റ്റിലെ 2ാമത്തെ ചിത്രം. 350 കോടിയോളം ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 460 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. 2023 ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ വിജയ് അഭിനയിച്ച ലിയോയാണ് ഈ ലിസ്റ്റിലെ 1ാമത്തെ ചിത്രം. 225 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 618 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം ലിയോയാണ്.